വൈദേഹി മരിച്ചുപോയിന്നല്ലേ നിങ്ങളെല്ലാരും വിശ്വസിച്ചിരിക്കുന്നത്? ഇവരെന്തു പറഞ്ഞാലും ആരും വിശ്വസിക്കേയില്ല. ആ ഉറപ്പുള്ളപ്പോ ഇവരെന്തു പറഞ്ഞാലും എന്താ പറയാനുള്ളതെന്ന് ആ മേഡം ഒന്ന് കേക്കട്ടെ. എനിക്കിതിന് താല്പര്യമില്ല. ഒരു 2 മിനിറ്റ് എനിക്ക് പറയാനുള്ളത് കേട്ടാ മതി. ഒന്ന് മനസ്സ് വെക്ക്. അമ്മയൊന്ന് പോയി സംസാരിക്കേ. എന്താണ് ദേവ? അവര് സംസാരിച്ചോട്ടെ ആരാധ്യ. ഇവരിനി എന്തൊക്കെ പറഞ്ഞാലും ഇവരെന്റെ വൈദേഹിയാണെന്ന് എന്റെ അമ്മ ഒരിക്കലും വിശ്വസിക്കില്ല. അമ്മ ചെന്ന് സംസാരിക്കേ. ചെല്ല്. എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ അറപ്പ് തോന്നുക. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് പറ. ആയിക്കോട്ടെ അമ്മ. അമ്മ ചോദിച്ച ഓരോ ചോദ്യത്തിനും എന്റെ അടുത്ത് ഉത്തരമില്ലാഞ്ഞിട്ടല്ല, വ്യക്തമായ ഉത്തരങ്ങളുണ്ട്. പക്ഷെ ഒരൊറ്റ കാരണം കൊണ്ടാ പറയാൻ പറ്റാത്തത്. അന്ന് വൈശാലി എന്റെ സ്ഥാനം കൈയടക്കിയപ്പോ ഞാൻ എവിടെയായിരുന്നു എന്നുള്ളതല്ലേ എല്ലാവർക്കുള്ള ചോദ്യം. അതെ, ജഡ്ജു അത് തന്നെയല്ലേ ചോദിച്ചേ. നീ വൈദേഹിയാണെങ്കിൽ എവിടെ പോയെന്ന് പറയാൻ നിനക്ക് എന്താ എത്ര ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ടുണ്ടമ്മേ. അതിന്റെ കാരണം അന്ന് അമ്മ പോയിടത്തേക്ക് തന്നെയാ ഞാനും വന്നിരുന്നതമ്മേ. എന്താ? അന്ന് ഞാൻ അമ്മയുടെ പിറകെ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഉണ്ടാവില്ലായിരുന്നു. നടന്നതൊക്കെ കോടതിയിൽ തുറന്നു പറഞ്ഞ ഞാൻ വൈദേഹിയാണെന്നുള്ളത് തെളിയും. എന്റെ പ്രശ്നങ്ങൾ അവിടെ തീരുമായിരിക്കും. പക്ഷെ എന്റെ ദേവേട്ടന്റെ അമ്മയുടെ മനസ്സിലെ ആ രഹസ്യം, അമ്മയുടെ അഭിമാനം, കുടുംബത്തിന്റെ അന്തസ് എല്ലാം അതോടെ തവിട് പൊടിയാവില്ലേ അമ്മ? അമ്മയുടെ മരുമോളായിട്ട് എനിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല അമ്മേ. അതാരോടും ഒന്നും പറയാൻ ഇനി അങ്ങോട്ടും എന്തൊക്കെ അപമാനങ്ങളും തിരസ്കാരങ്ങളും ഉണ്ടായാലും ഞാനൊന്നും പറയില്ല. ഇത്രയും കാലം അമ്മ അത് ഒളിപ്പിച്ചത് അത് അത്രയും ഗൗരവമുള്ളൊരു കാര്യമായതുകൊണ്ടല്ലേ. അതുപോലെ ഈ സത്യം എന്നോടൊപ്പം മണ്ണടിയുള്ളൂ.
കടമയായിട്ടാ ഞാൻ കരുതുന്നത്. അതുകൊണ്ടാ കോടതി മുറിയിൽ മൗനം പാലിച്ചത്. നീ പറഞ്ഞതൊക്കെ സത്യമാണോ? ദൈവത്തിനാണേ സത്യം. അമ്മയുടെ വൈദേഹി ആയതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. സ്വാർത്ഥതയാണ് ലക്ഷ്യമെങ്കിൽ, അമ്മയുടെ മരുമോളാവുന്നതാണ് ഉദ്ദേശമെങ്കിൽ എപ്പോഴും ഞാനിത് പുറത്ത് പറഞ്ഞേനെ. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വൈശാലിക്ക് എന്താ പ്രയോജനം? ഞാൻ അമ്മയുടെ വൈദേഹിയാണ്. എന്നെ വിശ്വസിക്കമ്മേ. നീ ജീവനോടുണ്ടായിരുന്നു മോളെ. ഞങ്ങളുടെ വൈദേഹി നീയായിരുന്നു. അതെ അമ്മേ. എന്റെ അതേ മുഖമുള്ള മറ്റാരോ ചെയ്ത കുറ്റം എനിക്കിന്ന് ശാപമായി മാറിയിരിക്കാം. അമ്മ പോലും എന്നെ വിശ്വസിക്കാഞ്ഞപ്പോ എത്രമാത്രം വേദനിച്ചു എന്നറിയോ? ഞാൻ മരിച്ചു എന്നുള്ള വിശ്വാസത്തില് എന്റെ ദേവേട്ടൻ എന്നെ ഓർത്ത് കിടന്ന് പെടയുന്നത് കണ്ടില്ലേ? അത് ഞാൻ എങ്ങനെ സഹിക്കും? ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ അമ്മയ്ക്ക് പറ്റൂ. എനിക്ക് ഈ സത്യം പുറത്ത് പറയാനാവില്ല. പക്ഷെ ഞാൻ വൈദേഹിയാണെന്നുള്ള സത്യം അമ്മ അംഗീകരിച്ചാൽ മതി. അയ്യോ, ഇത്രയും നേരം നീ എന്റെ മരുമകളല്ലെന്ന് പറഞ്ഞിട്ട് നിന്നോട് സംസാരിച്ച ശേഷം പെട്ടെന്ന് തന്നെ നീ വൈദേഹിയാണെന്ന് പറഞ്ഞ അതിന്റെ പുറകിലെ കാരണം എന്താണെന്ന് എല്ലാവരും ചോദിക്കും. അതിന് ഞാൻ എന്തുത്തരം പറയും? സാരമില്ല മോളെ, സത്യം എല്ലാവരും അറിയണ്ടേ? അത് വേണ്ടമ്മേ. അത് പറയാനായിരുന്നെങ്കിൽ എപ്പോഴും ഞാൻ തന്നെ പറഞ്ഞേനെ. അതുകൊണ്ടല്ല മോളെ, ഇപ്പോഴുള്ള തെളിവുകളെല്ലാം നീ വൈദേഹിയല്ല വൈശാലിയാണെന്ന് പറയുന്നത്. ഒടുവിൽ ദേവ്, നിന്നെ ജീവന് തുല്യം സ്നേഹിച്ച ദേവൻ പോലും നീ വൈശാലിയാണെന്ന് വിശ്വസിക്കുന്നു. സത്യം തുറന്നു പറയാതെ ഇതൊന്നും തിരുത്താനാവില്ല. അതുപോലെ എന്റെ മരുമോള് മറ്റു ആരോ ആണെന്ന് പറയാനും എന്റെ മനസ്സ് അനുവദിക്കില്ല. ഇതുവരെ അവരുടെ കഥ പറച്ചിൽ കഴിഞ്ഞില്ലേ? പറഞ്ഞു തന്നെ പറഞ്ഞോണ്ടിരിക്കുക പെണ്ണ്. ചെന്നെന്റെ അമ്മയൊന്ന് വിളിച്ചോണ്ട് വാ. ആന്റി, സമയാവുന്നുണ്ട് കേട്ടോ. ഞാൻ ദേ വരുന്നു മോളെ. അമ്മേ, അമ്മ വേണം എന്തേലും ചെയ്യാൻ. എന്താ ചെയ്യേണ്ടെന്ന് ഒരു എത്തിയും പിടിയും കിട്ടുന്നില്ല. പക്ഷെ നിനക്ക് നീതി കിട്ടണം മോളെ. എന്റെ മോന്റെ കണ്ണീരിനൊരു ശമനം വേണം. നീ വീട്ടിലുണ്ടായ സമയത്ത് അവിടെ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീയല്ലാതെ എനിക്കിനി ആരോടും പറയാനാവില്ല. ഞാൻ നോക്കട്ടെ മോളെ. എന്തു പറയുന്നു എങ്ങനെ പറയുന്നു ഒന്നും എനിക്കൊരു പിടിയില്ല. പക്ഷെ ആ കോടതിയുടെ മുമ്പാകെ നീ വൈശാലിയാണെന്ന് പറഞ്ഞ എല്ലാവരുടെയും മുമ്പില് ഈ അമ്മ തെളിയിക്കും നീ എന്റെ മരുമകള് വൈദേഹിയാണെന്ന്. ധൈര്യമായിട്ടിരിക്കും. ആന്റി ഒന്ന് പെട്ടെന്ന് വരുന്നുണ്ടോ? അകത്ത് കയറാൻ സമയായി. ദാ വരുന്നു ആരാധ്യ. അമ്മേ, വാ, നമുക്ക് അകത്തേക്ക് പോവാം. മാഡം, നിങ്ങളോ? നിങ്ങളെന്താ ഇപ്പൊ ഇവിടെ? നിങ്ങളേതോ വലിയ പ്രശ്നത്തിലാണെന്ന് എനിക്കറിയാം.
ചോദിച്ചാ പറയുന്നുമില്ല. നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടതല്ലേ. ഇപ്പോഴെങ്കിലും പ്രശ്നം എന്താണെന്ന് പറയും മാഡം. എന്താണെങ്കിലും എന്നോട് തുറന്നു പറയും. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യാം. കുറച്ചു നേരം മുന്നേ നിങ്ങൾ വന്നിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ സഹായം ചോദിച്ചേനെ. പക്ഷെ ഇനി അതിന്റെ ആവശ്യമില്ല. എന്റെ ഭർത്താവിന്റെ അമ്മയോട് സംസാരിച്ച് പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തി. നിങ്ങളുടെ പെരുമാറ്റം കണ്ട് നിങ്ങൾക്കൊന്നും മനസാക്ഷിയില്ലെന്നാ ഞാൻ കരുതി. പക്ഷെ ഒത്തിരി വലിയ മനസ്സാ നിങ്ങളുടേത്. എന്റെ ഭർത്താവിന്റെ അമ്മയോട് സംസാരിക്കാൻ അനുവാദം തന്നു. എന്റെ ദേവേട്ടന്റെ അമ്മ ഞാൻ വൈദികയാണെന്ന് സമ്മതിച്ചു. ഇനിയിപ്പോ കോടതിയിൽ അതന്നെയായിരിക്കും പറയാ. അവര് പറയൂ. പറയും മാഡം. അതെന്താണെന്ന് നമുക്കിനി അകത്തിയെന്ന് കണ്ടറിയാം. നിങ്ങളോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. എന്നെ സഹായിക്കാൻ ഇവിടം വരെ വരാൻ ആ വലിയ മനസ്സിൽ തോന്നിയില്ലേ? അതൊന്നും സാരല്ലേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്താണാവോ ഇന്നലെ തന്നെ വൈദേഹിയെ ശിക്ഷിക്കൂന്നാ ഞാൻ കരുതിയത്. വൈദേഹിയാണോ വൈശാലിയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നല്ലേ ആ ജഡ്ജി പറഞ്ഞത്. ഇന്നിനി എന്താണാവോ അയാൾ പറയാൻ പോകുന്നത്. അവളെ കോടതി ശിക്ഷിക്കും കല്യാണിയമ്മേ. പക്ഷെ വൈദേഹിക്ക് തൂക്കുമരം തന്നെ കിട്ടണം. അതിന് വൈദേഹിയല്ല വൈശാലിയാണെന്ന് അവര് വിശ്വസിക്കണം. അതൊക്കെ വിശ്വസിച്ചോളും കല്യാണിയമ്മേ. ഇനിയൊരു പക്ഷെ ആരും വിശ്വസിച്ചില്ലെങ്കിൽ ആ വിശ്വാസം ഉണ്ടാക്കാനല്ലേ ഞാൻ അങ്ങോട്ട് വരുന്നത്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നീ മരിച്ചവളാ. നിന്നെ ഇനി എന്തിനു കൊള്ളാം? മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലേ മരിച്ചിട്ടുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ മരിച്ചിട്ടില്ലല്ലോ. അവൾക്ക് തൂക്കുമരം ഞാൻ ഉറപ്പുവരുത്തും. എന്നാലേ എന്റെ പക തീരുള്ളൂ. ചന്ദ്രികെ, നമ്മുടെ പക ദശരഥരാമവർമ്മയോടാ. വൈദേഹിക്ക് തൂക്കുകയറ് വാങ്ങിക്കൊടുക്കുന്നോണ്ട് നമുക്കൊന്നും കിട്ടാനില്ല. ഇന്ന് ആ കൊട്ടാരം വീട്ടിലെ സകല അംഗങ്ങളും ചേർന്ന് ആ മരുമോൾക്കെതിരെ കോടതിയിൽ വാദം നടത്തിക്കൊണ്ടിരിക്കുക, അവളെ തൂക്കിലേറ്റാൻ. ഇതിനേക്കാളും വലിയൊരു ശിക്ഷ വേറെ എന്താണ് കല്യാണിയമ്മേ? വൈദേഹിക്ക് തൂക്കുമരം വിധിക്കണം. നാളെ അവളെ തൂക്കിലേറ്റണം. എന്നിട്ട് എനിക്ക് ദശരഥരാമവർമ്മയുടെ മുന്നിൽ ചെന്ന് തൂക്കിലേറ്റിയത് വൈശാലിയല്ല വൈദേഹിയാണെന്ന് പറയണം. അപ്പൊ അവൻ പെടയുന്ന പെടച്ചില് എങ്ങനെ ഉണ്ടാവുമെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇതിനേക്കാളും വലിയൊരു ശിക്ഷ നമ്മൾ വർമ്മയ്ക്ക് വേറെന്തോ കൊടുക്കാനാ? എന്റെ കൺമുന്നിൽ വെച്ച് എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റിയതാ വർമ്മയാ. ഇന്ന് അവന്റെ മുന്നിൽ വെച്ച് തന്നെ അവന്റെ മരുമോളെ അവൻ തള്ളിപ്പറയും. ഇതൊക്കെയൊന്ന് കഴിഞ്ഞോട്ടെ. ഇനി മുതൽ അവന്റെ അധപതനോ. നമ്മുടെ പ്രതികാരം നിറവേറാൻ പോകുന്നതേ ഉള്ളൂ. അത് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണും. യുവർ ഓണർ, തെളിവുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവർ വൈദേഹിയല്ല വൈശാലിയാണെന്ന് തന്നെയാണ് തെളിഞ്ഞിരിക്കുന്നത്. വൈശാലിയായി തുടർന്നാൽ ഭർത്താവിന്റെ കൊലപാതക കേസിൽ ശിക്ഷ കിട്ടുമെന്നുള്ള ഭയം കൊണ്ടാണ് ഇവർ മരിച്ചുപോയ വൈദേഹിയുടെ സ്ഥാനം നേടാനും കൊട്ടാരം വീട്ടിൽ സുഖമായി കഴിയാനും തീരുമാനിച്ചത്. സ്വന്തം ഭർത്താവിനെ കൊന്ന കുറ്റത്തിന് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ഞാൻ കോടതിയോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രതിക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ ഭർത്താവിന്റെ അമ്മയ്ക്ക് ഒരു വട്ടം ഈ കോടതിയിൽ സംസാരിക്കാൻ അനുവാദം നൽകണം സർ. നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ. മറ്റുള്ളവരെ സംസാരിക്കണോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. ഞാനാണ് വൈദേഹി എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ലല്ലോ. ഇനി പറയേണ്ടവര് പറഞ്ഞ വിശ്വസിക്കുന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷയാ.
എന്നുവെച്ചാ ദേവന്റെ അമ്മ വന്ന് നീയാണ് വൈദേഹി എന്ന് പറയുമെന്നാണോ നിന്റെ വിശ്വാസം? പുറത്തു വെച്ച് അത്രയും നേരം സംസാരിച്ചിട്ടും ഒന്നും പറയാത്തവര് ഇപ്പൊ ഈ കോടതി മുറിയിൽ എന്തു പറയുന്ന? അപ്പൊ സംസാരിച്ചതിന്റെ പേരില ഇപ്പൊ അമ്മയെ ഇങ്ങോട്ട് വിളിക്കാൻ പറയുന്ന. ദയവ് ചെയ്ത് സാറ് ഒന്ന് വിളിക്കണം. എന്റെ ഭർത്താവിന്റെ അമ്മയ്ക്ക് സംസാരിക്കാനുള്ളതൊന്ന് കേൾക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല യുവർ ഓണർ. ദേവന്റെ കുടുംബാംഗങ്ങൾ ആരും ഇപ്പോൾ ഇവരോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ പറയരുത് സാറേ. എന്റെ അമ്മയ്ക്ക് സംസാരിക്കാനുണ്ട്. അല്ല അമ്മേ, അമ്മ സംസാരിക്കാന്ന് വാക്ക് തന്നതല്ലേ? പറയമ്മേ, എന്താ ഒന്നും മിണ്ടാത്തെ? ദേവി ഇത് പറയമ്മേ. ദേവന്റെ അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ആന്റിനെ ആരും നിർബന്ധിക്കുന്നില്ല. ഇല്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. അല്ല, എനിക്ക് സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവള് എന്റെ മരുമോള് വൈദേഹിയ. ആന്റി, ഇവള് വൈദേഹിയാണെന്നോ? വൈശാലിയാണെന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും ഉണ്ട്. അപ്പൊ ആന്റി ഏത് വകുപ്പിലാണ് വൈദേഹിയാണെന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞതല്ല മോളെ. അവള് എന്നോട് ഇങ്ങനെ പറയാൻ പറഞ്ഞു എന്ന് പറയുമായിരുന്നു ഞാൻ. ഞാനും നീ ചോദിച്ച പോലെ തന്നെ അവളോട് ചോദിച്ചു, ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നീ വൈദേഹിയാണെന്ന് ഞാൻ വിശ്വസിക്കേണ്ടത്? അമ്മേ, ഇത് അന്യായല്ലേ അമ്മേ? ഏത് അന്യായം? ആരാ നിന്റെ അമ്മ? ജഡ്ജി സാറേ, അവള് വൈദേഹിയല്ല, വൈശാലിയാണ്. വൈദേഹിയാണെന്ന വ്യാജേന ഞങ്ങളുടെ വീട്ടിൽ കടന്നുകൂടാൻ അവൾ അഭിനയിക്കുമോ? ഇതിനങ്ങ് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്താ അമ്മ ഇത്? അതിനുള്ളിൽ അമ്മയ്ക്ക് എന്താ പറ്റിയേ? കുറച്ചു മുന്നേ അമ്മ എന്നോട് പറഞ്ഞത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പൊ എന്തിനാ അമ്മ ഇങ്ങനെ മാറ്റി പറയുന്ന? നിന്റെ വാക്കുകൾ മറ്റുള്ളവരെ ചിലപ്പോൾ വിശ്വസിക്കും. എത്ര ഭംഗിയായിട്ടാ നീ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ സത്യം എന്നായാലും പുറത്തു വരുമെന്ന് അറിയില്ലേ? നീ മഹേന്ദ്രനോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടില്ലെന്ന് നീ കരുതിയോ? എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദി. എനിക്ക് വേണ്ടി ഇവിടം വരെ വരാൻ തോന്നിയല്ലോ.
അത് തന്നെ എത്ര വലിയ കാര്യം. അതൊന്നും സാരമില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. മഹേന്ദ്രനെ വൈദേഹിക്ക് എങ്ങനെ പരിചയം? ഇത്രയൊക്കെ പറഞ്ഞ വൈദേഹി മഹേന്ദ്രൻ അവൾക്ക് നേരത്തെ അറിയാന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോ ഇവനും അവളുടെ കൂടെ കൂടിയിരിക്കുകയാണെന്നർത്ഥം. അയ്യോ, അപ്പൊ അവള് വൈദേഹിയല്ല, വൈശാലി തന്നെയാ. അവള് വൈദേഹിയാണെന്ന് വിചാരിച്ച ഞാനാ വിഡ്ഢി. മഹേന്ദ്രനും വൈദേഹിയും തമ്മിൽ പരിചയപ്പെടാൻ യാതൊരു